ഇപ്പം നടക്കാത്തത്. അപ്പം വിവേകിന്റെ ഇഷ്യൂ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആഭ്യന്തര കുറ്റവാളിയിലേക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. ആഭ്യന്തര കുറ്റവാളി ആദ്യം ഞാൻ ആസിഫിന്റെ ഡേറ്റ് എടുത്തതിന് ശേഷം എനിക്ക് അഡ്വാൻസ് തന്നതും പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതും ഈസി ഫ്ലൈറ്റ് പ്രൊഡക്ഷൻസ് ആണ്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരാണ്, പാർട്ട്നേഴ്സ് ഒന്ന് അജി മേഡയും പിന്നെ തൗഫീഖ് എന്ന് പറഞ്ഞ രണ്ടുപേരാണ് എനിക്കും ആസിഫിനും അഡ്വാൻസ് തന്നത്. എന്നാൽ അഡ്വാൻസ് തന്ന് 3 മാസം കഴിഞ്ഞിട്ടും പടം മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ അതിന് അത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേരെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനാണ് ആദ്യമായിട്ട് പരാതി അയക്കുന്നത്. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഈ പരാതി പഠിച്ചു, അവരത് ജെനുവിനാണെന്ന് കണ്ടിട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൈമാറി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ സിനിമ അവരെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക, അഡ്വാൻസ് തിരിച്ചിട്ട് കൊടുത്ത് എഗ്രിമെന്റ് ക്ലോസ് ചെയ്യാം എന്നാണ്. അങ്ങനെയാണ് ഞാൻ നൈസാമിക കാണുന്നതും കഥ പറയുന്നതും. അപ്പം നൈസാം സലാം പ്രൊഡക്ഷൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ചോദിക്കുന്നു. ചേംബറിൽ വെച്ചിട്ടാണ് ഇതിന്റെ എഗ്രിമെന്റും പരിപാടികളും എല്ലാം നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് തന്ന അഡ്വാൻസും ആസിഫിന് തന്ന അഡ്വാൻസും ഞങ്ങൾ തിരിച്ചിടുകയുണ്ടായി. ഈസി ഫ്ലൈറ്റിലേക്ക് തന്നെ അവരുടെ ജോയിന്റ് അക്കൗണ്ടാണ്, അതിലേക്കാണ് ഇട്ടത്. അങ്ങനെ 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ എക്സ്പെൻസ് അതും നമ്മുടെ പുതിയ പ്രൊഡ്യൂസർ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെന്റ് അവിടെ ഒരു വക്കീലിന്റെ സാന്നിധ്യത്തിലാണ് ഈ ചേംബറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പടം പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇതിന് മുമ്പിൽ വരുന്ന ഒരു ബാധ്യതയും നമ്മൾക്കില്ല. എന്തുകൊണ്ടാണ് പുതിയൊരു പ്രൊഡ്യൂസർ വരുന്നതും അയാള് മുടക്കിയ ഒരു തുകയുണ്ട്. അതായത് ആദ്യം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ മുടക്കിയ തുക എന്ന് പറയുന്നത് എനിക്കും ആസിഫിനും തന്ന അഡ്വാൻസ് ആണ്. അത് ഞങ്ങൾ അന്ന് തന്നെ ഈ പറയുന്ന എഗ്രിമെന്റ് എഴുതുന്ന ദിവസം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അത് എഴുതിയ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനൗൺസ് ചെയ്തു. അത് ഒരു ദിവസം പെട്ടെന്ന് കൊണ്ടുവന്ന് ഒളിച്ചൊന്ന് ഷൂട്ട് ചെയ്ത സിനിമയല്ല, 45ഓളം ദിവസം എടുത്ത് തൃപ്രയാറും കുന്നംകുളം, ഇടുക്കി എന്നീ ഏരിയകളിലാണ് ഈ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയത്. ഷൂട്ട് കംപ്ലീറ്റ് ആയി വൺസ് ഇത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാൻ നേരത്താണ് നമുക്കെതിരെ ആദ്യത്തെ പരാതി വരുന്നത്. അത് ജില്ലാ കോടതിയിലാണ് ആദ്യത്തെ ഒരു സ്റ്റേ വരുന്നത്. അപ്പം ജില്ലാ കോടതിയിലെ സ്റ്റേയിൽ വിവേക് വിശ്വം എന്ന് പറഞ്ഞ ആള് പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് 1,55,00,000 രൂപ വാങ്ങിച്ചിട്ട് ഈ പടം മറ്റൊരാൾക്ക് മറച്ചു വിറ്റു എന്നാണ് അതിനകത്ത് പറഞ്ഞ ഒരു അലിഗേഷൻ. അപ്പൊ ഈ 1,55,00,000 ആര് വാങ്ങിച്ചു? ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസിലെ തൗഫീഖിനാണ് കൊടുത്തേക്കണേന്ന് പറയുന്നു. അങ്ങനെ അയാളത് സമ്മതിച്ചിട്ടുമുണ്ട്. ഈ തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഇത് എന്ന് കൊടുത്തു? 2020-നും 2022-നും ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കേസ് ജില്ലാ കോടതിയിൽ നമ്മൾ വാദിക്കാനായിട്ട് നമ്മളും വക്കീലിനെ വെച്ചു ജില്ലാ കോടതിയിൽ നമ്മൾ അപ്പീൽ ചെയ്യാനുണ്ടായത്. അപ്പം ജില്ലാ കോടതി ഈ കേസ് ഡിസ്മിസ് ചെയ്യാൻ എടുത്ത തീരുമാനത്തില് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ഈ വിവേക് വിശ്വം എന്ന് പറഞ്ഞ ആൾക്ക് 2022 മുതൽ ഇവര് ഈ തൗഫീഖ് റീപേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് 24-ല് ഷൂട്ട് നടക്കുന്ന ഒരു പടത്തിന് 2020-ലോ അല്ലെങ്കിൽ 2022-ലോ ഉണ്ടാകുന്ന ഫണ്ട് ഇതിന്റെ പേരിൽ എഴുതി ചേർക്കുന്നത്? പ്രഥമോഷ്യ നൈസാം സലാമോ ആഭ്യന്തര കുറ്റവാളിയും അതിന്റെ അണിയറ പ്രവർത്തകരോ ഈ പറയുന്ന വിവേക് വിശ്വത്തിന്റെ അതിന് കാശ് വാങ്ങിച്ചിട്ടില്ല. അത് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കോടതിയിൽ ഫൈറ്റ് ചെയ്യാം എന്ന് തന്നെ തീരുമാനിച്ചത്. ഈ പറഞ്ഞ എന്തായാലും അപ്പം നമ്മൾ കോടതിയിൽ ഫൈറ്റ് ചെയ്തു. ജില്ലാ കോടതി ഈ കേസ് സത്യമല്ല എന്ന് കണ്ട് അത് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ ഓർഡറിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം, ബിക്കോസ് അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന ആള് ഇതിനു മുമ്പ് ഇതേ 1,55,00,000 പേരിൽ 2 കേസുകൾ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കേസ് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് കൊടുത്തിട്ടുള്ളത്. അതില് വിവേക് വിശ്വം പറഞ്ഞിരിക്കുന്നത് ഉംറ ബിസിനസ്സില്, അതായത് തൗഫീഖിന് ഉംറ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ആളെ കെട്ടി വിടണം, ട്രാവൽ ഏജൻസി ബിസിനസിന് വേണ്ടിയിട്ടാണ് ഈ കാശ് കൊടുക്കുന്നത്. അത് കാശ് കൊടുത്തതിന് ശേഷം അങ്ങനെ ഇവർ തമ്മിലൊരു ഡോക്യുമെന്റേഷന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പേരിൽ ഒരു 8 ചെക്ക് കേസ് നിലവിലുണ്ട്. 8 ചെക്ക് കേസ് ഈ തൗഫീഖിന്റെ പേരിൽ വിവേക് വിശ്വം കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിരിക്കുന്ന എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ട്രാവൽ ഏജൻസി ബിസിനസ്, അതായത് ഹജ്ജ് ഉംറ സർവീസിലേക്കാണ് ആ കാശ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് അതേ ഈ 1,55,00,000 രൂപയുടെ പേരിൽ വേറൊരു ക്ലൈം പാലാരിവട്ടം സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാളെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന 1,55,00,000 രൂപയുടെ പേരിൽ ഇയാൾ 3 പ്രാവശ്യം 3 അലിഗേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ട്രാവൽ ഏജൻസി ബിസിനസ്, രണ്ടാമത് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്ത് തന്നെ
ഈ പറയുന്ന ഈസി ഫ്ലൈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിനോ ഈ വിവേക് വിശ്വ എന്ന് പറയുന്ന വ്യക്തിയോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല, ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല. ഇവര് എന്നെ കഴിഞ്ഞ ഇപ്പൊ ഈ ജില്ലാ കോടതിയിലെ ഓർഡർ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാനും നമ്മുടെ സിനിമ വീണ്ടും അടുത്തടുത്തൊരു വേറൊരു വിഷയത്തിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ട് പോലും ശരി അതൊരു തെറ്റിദ്ധാരണയായിരുന്നു, അത് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. വിട്ടേക്കാമെന്ന് വിചാരിച്ചതിന് ശേഷമാണ് നമ്മൾ റിലീസ് 17-ാം തീയതി ഫിക്സ് ചെയ്തിരുന്നു. ആ 17-ാം തീയതി ഒരു 7-ാം തീയതി മുതൽ ഒരു വാട്സപ്പ് കോളിലാണ് എനിക്ക് കോൾ വരുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ 50 ലക്ഷം രൂപ ഞാൻ കൊടുക്കണം, വിവേക് വിശ്വൻ. അപ്പൊ ഞാൻ വിവേകിനോട് പറഞ്ഞു, ഫോണിലാണ് വാട്സപ്പിലാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ 50 ലക്ഷം രൂപ ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് തരുന്നത്? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങളെ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ലീഗൽ അഡ്വൈസർ പോയിട്ടാണ് ഫിലിം ചേംബറിൽ ഇരുന്നിട്ട് ഇവർ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. ഈ എഗ്രിമെന്റിനകത്ത് ആകെ ഇവരും ഞാനും ആ സിനിമയോടുള്ള ബന്ധം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ടൈറ്റിൽ മാത്രമാണ്. ഈ ടൈറ്റിലിന്റെ ഒറ്റ പേരിലാണ് ഈ പടം ഇങ്ങനെ സ്റ്റേജിലോട്ട് എത്തിയത്. ഇപ്പൊ ജില്ലാ കോടതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ തൗഫീഖിനെതിരെ പല പ്രാവശ്യം ഈ വിവേക് വിശ്വം ഇതേ എമൗണ്ടിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ നിൽക്കുന്ന കേസാണ്, 8 ചെക്ക് കേസായിട്ട് നിൽക്കുന്ന കേസ്. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാം, നമുക്ക് പണം തന്ന ആ കമ്പനിയിലുള്ള ആ പാർട്ട്നേഴ്സിനെ വിളിച്ചു വരുത്തി സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇവര് തമ്മിലുള്ള ഇഷ്യൂ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ്. അത് ഈ കേസ് പിൻവലിക്കണമെങ്കിൽ തൗഫീഖിന്റെ കേസ്, അതായത് ഈ ഈസി ഫ്ലൈയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് അയാൾ പിൻവലിക്കാൻ 25 ലക്ഷം രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എന്നെ വിളിക്കുകയാണ്, എന്നോട് പറയുന്നത് അവര് തമ്മിലുള്ള ഇഷ്യൂ കോംപ്രമൈസ് ചെയ്യാൻ റെഡി, പക്ഷേ ഞാൻ 25 ലക്ഷം കൊടുക്കണം എൻ്റെ സിനിമയെ വിടാൻ. ഞാൻ പറയുകയാണ്, ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് ഒരു ചായ പോലും മേടിച്ചു കുടിച്ചിട്ടില്ല, കണ്ടിട്ടില്ല ലൈഫിൽ. ഇവര് ഞാൻ ചലഞ്ച് ചെയ്യാണ്, ഇവര് എന്തെങ്കിലും തെളിവ് ഈ ഈസി ഫ്ലൈയോ വിവേക് വിശ്വൻ എന്ന് പറയുന്ന വ്യക്തിയോ ഞാനുമായിട്ട് ഒരു ട്രാൻസാക്ഷൻ, ഒരു സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു 9 ലക്ഷം രൂപ ഇവർ പ്രീ പ്രൊഡക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഡയറക്ടറും എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ കൊടുത്തതാണ്. ഇവർ രണ്ടുപേരും എനിക്കൊരു വിധത്തിലുള്ള പ്രൂഫും ഇല്ല. കാരണം ഞാനുമായിട്ട് സംസാരിക്കുന്ന പോലും ഈ 7-ാം തീയതി. കാരണം ഈ കേസ് കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധി തന്നതിന് ശേഷം ഞാൻ ഇവരോട് സംസാരിക്കേണ്ട കാര്യമില്ല. ജില്ലാ കോടതിയിൽ ഇങ്ങനെ ഒരു ഓർഡർ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് കഴിഞ്ഞ 7-ാം തീയതി മുതൽ നിരന്തരം രാത്രിയിൽ മിക്ക ദിവസങ്ങളിൽ എന്നെ വിളിക്കാറുണ്ട്. ഈസി ഫ്ലൈ തൗഫീഖുമായിട്ടുള്ള ഇഷ്യൂ വിടാം, അത് വേറെ വിഷയമാണ്, സിനിമയുമായിട്ടുള്ളതിന് ഞാൻ 25 ലക്ഷം കൊടുക്കണം. അപ്പോൾ ഇപ്പൊ പറയുന്നത് പറഞ്ഞാൽ 50 ലക്ഷം രൂപ ഇന്നലെ പോലും എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ ഇന്നാണെങ്കിൽ 50 ലക്ഷം, നാളെ ആണെങ്കിൽ 1 കോടി. അപ്പൊ എനിക്ക് വേറെ മാർഗമില്ല. എങ്ങനെയാണ് ഇവര് ജില്ലാ കോടതിയിൽ നിന്ന് ഒരു ഓർഡർ സമ്പാദിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഹൈക്കോടതി ഞാൻ അതിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ എനിക്ക് എന്റെ പടം എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. കാരണം 8-9 കോടി രൂപ മുടക്കിയ പടമാണ്. ഞാൻ ഒരു 25 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇവരുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇവരെന്നോട് ചോദിക്കുന്ന 25 ലക്ഷം ഞാൻ 25 ലക്ഷം കൊടുത്തിരിക്കും. കാരണം ഞാനുമായിട്ട് സാമ്പത്തിക ഇടപാട് ഉണ്ടെങ്കിൽ ഈ 9 കോടി രൂപയുടെ ബാധ്യത ഞാൻ എന്റെ സിനിമ ഇറങ്ങാതിരിക്കാൻ ഞാൻ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ആ കാശ് കൊടുത്താൽ മതി. ഞാൻ വാങ്ങിയിട്ടില്ല, ഈ സിനിമയ്ക്ക് എൻ്റെ കമ്പനിക്കോ എൻ്റെ ക്രൂവിനോ ആർക്കും ഒരു ബന്ധമില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനായിട്ടാണ് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതിയിൽ ഞാൻ പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്ന ഒരു 5-ാം തീയതിയോടുകൂടി അതിനൊരു തീരുമാനം ഉണ്ടാവും. ഈ മാസം മെയ് പകുതിയോടുകൂടി ഈ പടം റിലീസ് ചെയ്യാനാണ് നമ്മളുടെ തീരുമാനം. അത് കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഈ വിവേക് വിശ്വനെ ചലഞ്ച് ചെയ്യുന്നു, ഈസി ഫ്ലൈയെ ചലഞ്ച് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു പ്രൂഫ്, ഒരു ഞാനും അവരുമായിട്ട് നേരിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളത്. പിന്നെ ആരെ ഇത് ഈ സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന അവരുടെ തമ്മിലുള്ളൊരു പേഴ്സണൽ ബാധ്യതയാണ്. അതിനെ എങ്ങനെ ഇതിനകത്ത് കൊണ്ടൊന്ന് കണക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഈ തൗഫീഖ് എന്ന് പറയുന്ന ആളിനെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കാശ് കൊടുത്താൽ അവർ നിങ്ങളെ സിനിമയെ വിടില്ല എന്ന് പറയും. അത് അവർ തമ്മിലുള്ള ബാധ്യത എങ്ങനെയാണ് എൻ്റെ കമ്പനിയും എൻ്റെ സിനിമയും ബാധ്യത. ഞാനിതിനകത്ത് ആകെ പെട്ടുപോയത് ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ടൈറ്റിൽ മാത്രം അവർ രജിസ്റ്റർ ചെയ്തെന്ന ടൈറ്റില് ഫിലിം ചേംബറിന്റെ അനുമതിയോടുകൂടി അവർ ആ ടൈറ്റിൽ ക്യാൻസൽ ചെയ്തതിന് ശേഷം അവിടെ വെച്ചിട്ട് ഉണ്ടാക്കിയ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ ടൈറ്റിൽ മാത്രമാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. ഈ സിനിമയിൽ 1 രൂപ പോലും, അതായത് ഒരു സേഫ്റ്റി പിന്ന് വാങ്ങിച്ച കാശ് പോലും ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്കോ
വിവേക് വിശ്വനോ അനീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾക്ക് ഇതിനകത്തൊരു പങ്കുമില്ല. അത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാശ് കൊടുക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് ഇത്രയും പൈസ ബ്ലോക്കാക്കി വെക്കേണ്ട കാര്യമില്ല, ഈ സിനിമ റിലീസ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, അതായത് ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷമാണ് നമ്മുടെ സിനിമയുടെ പ്രൊമോഷനും പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയത്. ആൻഡ് ഈ ക്രൗൺ ക്ലാസ് വെച്ച് തന്നെയാണ് 2 ദിവസം അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടന്നത്. ആൻഡ് പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓൾമോസ്റ്റ് 1,20,00,000 ഇറക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു പടം. എന്തിന്റെ പേരിലാണ് ഇതിങ്ങനെ തടയുന്നത്? അതായത് ഇയാള് ഈ പറയുന്ന കോടതി എന്ന് പറഞ്ഞ ഒരു ഓർഡറിന്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി പോയിട്ടുണ്ട്, നമുക്ക് പേടിയില്ല, സന്ധി സംഭാഷണങ്ങൾക്ക് ഞങ്ങൾ താല്പര്യമില്ല, പല രീതിയിലും വിളിച്ച് പലരോടും പറഞ്ഞിട്ടുണ്ട്. വെറും 25 ലക്ഷം രൂപയേ ഉള്ളൂ, അത് പുറത്ത് ഒഴിവാക്കും. ഇതിനിടയിൽ എനിക്ക് ആളെ കണ്ടിട്ടില്ല. ഒരു PRT, അതായത് ഉസ്മാൻ എന്നാണ് അയാളുടെ പേര്, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ഉസ്മാൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ഞാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എൻ്റെ ഓവർസീസ് ബിസിനസ്, എല്ലാ OTT പ്ലാറ്റ്ഫോംസ് എല്ലാവർക്കും ഉസ്മാൻ എന്ന് പറയുന്ന ഒരാൾ, എനിക്കറിയില്ല, ഒപ്പാര എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അയാൾ റൺ ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞൊരു മാർക്കറ്റിംഗ്. അയാളാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത്. അപ്പൊ ഈ കാശ്, ഇത് ആർക്കാണ് ഈ കാശ് എന്ന് എനിക്കറിയില്ല. അവര് തമ്മിൽ ഇടപാടുണ്ടെങ്കിൽ അവർ തമ്മിൽ തീർത്തോളണം, ആ കാശ് വാങ്ങിയെടുക്കണം. ഇത് എന്റെ പേരിൽ വന്ന് 25 ലക്ഷം രൂപ ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതിൽ പെട്ടു. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങാത്തൊരു കാശ് എന്തിന് ഞാൻ കൊടുക്കണം? നിങ്ങൾ ഈ മീഡിയാസ് മനസ്സിലാക്കണം, ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോകണമെങ്കിൽ ഇതിനേക്കാൾ ചിലവാകും. ഈ 25 ലക്ഷം രൂപ എനിക്ക് അവിടെ ചിലവുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മാഫിയ വളർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇവര് കോടതിയിൽ, ജില്ലാ കോടതിയിൽ കേസ് ഇരിക്കുമ്പോൾ വന്ന് പറഞ്ഞു, സമാനമായ കേസിൽ ഇവര് ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട്. അതായത് RDX, മഞ്ഞുമൽ ബോയ്സ് പോലുള്ള പടങ്ങൾക്ക് ഇതുപോലെ ഫ്രോഡ്, ഇതുപോലെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ജഡ്ജ് ചോദിച്ചത്, നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഈ പ്രൊഡ്യൂസറുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടോ, എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ? ആ കോടതി വിധി നിങ്ങൾക്ക് ഞാൻ എവിടെ തരാം? ഈ ജില്ലാ കോടതിയുടെ വിധി ഇതിനകത്ത് ഈ തൗഫീഖും ഇവരുമായിട്ടുള്ള ഈസി ഫ്ലൈ എന്നുള്ള കമ്പനിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു, ആ കേസിന്റെ നാൾ വഴി എന്താണെന്നുള്ളത് ആ ഓർഡറിനകത്തുണ്ട്. എന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, എങ്ങനെയാണ് ഈ ഹൈക്കോടതി നിങ്ങളൊരു വിധി സമ്പാദിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് എന്റെ സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. ഹൈക്കോടതിയിൽ പോയി അവരോട് വാദം പറഞ്ഞ് നിന്ന് റിലീസ് ചെയ്യാനുള്ള സമയമില്ല. ഈ വെക്കേഷൻ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും എമർജൻസി ആയിട്ട് എനിക്ക് റിലീഫ് വേണം. അപ്പൊ എനിക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും. അപ്പൊ ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മെയ് 10 ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനൊരു പ്രസ് മീറ്റ് വിളിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല, അത് നേരത്തെ വിളിക്കാമായിരുന്നു എന്ന് ഇപ്പൊ നമുക്ക് തോന്നി. എന്താ പറയുക, ഈ ജില്ലാ കോടതിയുടെ ഓർഡറിൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ സിറോക്സ് കോപ്പി തരാം. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ കേസിൽ എന്തൊക്കെയാണ് കോടതിയുടെ ഫൈൻഡിങ്സ് എന്നുള്ളത്. അതായത് ഈ പറയുന്ന വിവേക് വിശ്വ എന്ന് പറയുന്ന ആള് എന്നായിരുന്നു ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളതെന്നും 2022 മുതൽ ഈ എമൗണ്ട് റീപേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് 32 ലക്ഷം രൂപ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആൾ അക്കൗണ്ട് ത്രൂവും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ജില്ലാ കോടതിയുടെ ഫൈൻഡിങ്സ് തന്നെയാണ്. വെറുതെ ഒരു ജഡ്ജി ഇരുന്ന് പറഞ്ഞ ഓർഡർ അല്ലാതെ. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇവിടെ DYSP ഓഫീസിൽ ട്രിവാൻഡ്രത്ത് കൊടുത്തിരിക്കുന്ന പരാതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അൺട്രസ്റ്റ് വർത്തി എന്നുള്ള പേരാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഇതിപ്പോ ഈ ഒരു പ്രസ് മീറ്റ് വിളിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ഹോള് ബുക്ക് ചെയ്യുന്നതിനാണ് എത്ര ത്രെട്ടനിങ് കോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ പറയുന്നതല്ല, നിങ്ങൾ ഇവിടുത്തെ റിസപ്ഷനിൽ ചോദിച്ചാൽ മതി. ഒരു ടെലിഫോൺ ലാൻഡ് ഫോണിലേക്ക് വരുന്ന ഒരു കോളാണ്. ഇന്ന് ഇവിടെ ഈ ആഭ്യന്തര കുറ്റവാളിയുടെ പ്രസ് മീറ്റ് നടക്കുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും. എന്ത് ഇഷ്യൂ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ വരെ ഭീഷണി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആയിരിക്കും. അവര് തപ്പിക്കൊണ്ടിരിക്കുന്ന അവര് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ, ഹൈക്കോടതിയുടെ ഒരു വിധി എന്ന് പറഞ്ഞാൽ ഫർണിഷിങ്, ഇത് എമൗണ്ട് കെട്ടിവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവർക്ക് കൊടുക്കാനല്ല. അതിന് ഞാൻ റെഡിയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം എൻ്റെ അത് പോകും. എനിക്ക് ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഞാൻ അത് പോയി മൂവ് ചെയ്തിട്ടുണ്ട്. 28-ാം തീയതി കേസിൽ പോകുന്നു. അനുകൂലമായിട്ട് തന്നെ വിധി വരും. കാരണം ഈ ജില്ലാ കോടതി എന്നുള്ളൊരു വിധി വയ്ക്കുമ്പോൾ ഇങ്ങനൊരു വിധി വരാൻ ഒരു സാധ്യതയും എനിക്ക് തോന്നുന്നില്ല. എനിക്കത് ഇപ്പോഴും മനസ്സിലാക്കി. ഡീറ്റെയിൽ ആയിട്ട് ജില്ലാ കോടതിയുടെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്യുന്നു എന്നുള്ളത്. ജില്ലാ കോടതിയുടെ കാര്യം നിങ്ങൾ പറയുന്നുണ്ട്. ഹൈക്കോടതി എന്തുകൊണ്ടാണ് അവരെ വിധിച്ചത്? അല്ല, അതിന് നമുക്കൊരു ഉത്തരവില്ലാത്തതും. അപ്പൊ അത് പറയാനുള്ളൂ. ജില്ലാ കോടതി ഇന്നൊരു വിധി സമ്പാദിച്ചു. ഓക്കെ,
ആ ജഡ്ജി കറക്റ്റ് ആണ് വിധി വന്നത്. അപ്പൊ ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ വിധി ശരിയല്ലേ? അല്ല, അങ്ങനെയല്ല. പറഞ്ഞ അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, ഒരു കാര്യം പറയണേ സുഹൃത്തെ, ഞാൻ പറയാം. അതായത് ജില്ലാ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു കേസിന് ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടില്ല. അതാണ് ഉദ്ദേശം. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവർക്ക് ഏറ്റവും വേണ്ടതും ടൈം. ഞാനിപ്പോ അവക്കാലത്തിട്ട് അപ്പീൽ ചെയ്തു, ഒരു ടൈം മാറ്റിവെക്കും, കേസ് പോസ്റ്റ്പോൺ ചെയ്യും, സമയം തള്ളുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനെനിക്ക് എമർജൻസി റിലീഫ് ഞാൻ നോക്കുമ്പോൾ ഞാൻ കാശ് കൊടുക്കാനില്ല. എന്റെ പേരിൽ ഒരു പൂർണ്ണമായിട്ട് എനിക്ക് 100% നിങ്ങളെ അത് ഞാൻ ചലഞ്ച് ചെയ്യും. ഈ പറയുന്ന ഇനിയിപ്പോ എനിക്ക് വിവേക് വിശ്വൻ മാത്രമല്ല, ഇത് വിവേക് വിശ്വനേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഉസ്മാൻ എന്ന് പറയുന്ന ഒരാളാണ്. കാരണം അതിന്റെ കോൾ റെക്കോർഡ്സ് ഒരുപാട് എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഞാൻ ബിസിനസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നിടത്ത് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കോടതിയിൽ നിൽക്കുന്ന ഒരു കേസില് എന്റെ ആസിഫ് അലിയുടെയും ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഇവരോട് ചലഞ്ച് ചെയ്യണം. ഒരു പ്രൂഫ് ഞാൻ പേയ്മെന്റ് വാങ്ങിച്ചിട്ടുള്ള വളരെ വിഷമത്തിലാണ്. കാരണം എനിക്ക് ഫാമിലി ഉള്ളതാണ്. അല്ല, ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതിയിൽ കേസ് നടക്കുന്നു എന്ന് പറയുമ്പോഴും ഈ പറയുന്ന വിവേക് വിശ്വം പലതവണയായിട്ട് ലൈവിൽ വന്നിട്ട് ആസിഫിന്റെയും പ്രൊഡ്യൂസറുടെയും എന്റെയും പേരുകൾ വലിച്ചെടുക്കുകയുണ്ടായി. ഇന്നലെ ഞങ്ങൾ കണ്ട ഒരു ഇതാണ്, ഇവരുടെ ഫോട്ടോ വെച്ച് പബ്ലിഷ് ചെയ്യുകയാണ്. അതൊരു കുറ്റം. ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്തു പ്രൂവ് ചെയ്താലോ? ഇത് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിനാണ് പെടുത്തുന്നത്. ഇപ്പൊ എല്ലാ രീതിക്കും ഒരാൾ ആലോചിക്കുക, ഒരാൾ സിനിമ ചെയ്യാൻ, ഞാൻ 10-20 വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഈ ആദ്യത്തെ ഈ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പുതിയ ആളാണ്, സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണെങ്കിൽ കൃത്യമായിട്ടും ആ 25 ലക്ഷമോ 50 ലക്ഷമോ കൊടുത്തിരിക്കും മേടിച്ചിട്ട്. ഇത് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാനവിടെ ഒരു ബന്ധമില്ല, ഇതിനൊരു ബന്ധമില്ല. ഇത് നഷ്ടങ്ങൾ എത്ര കോടിയുടെ നഷ്ടമാണ് ദൈവത്തിന് മാത്രം അറിയാം. എന്നാൽ ഇത്ര കോടിയുടെ നഷ്ടമാണ് ഈ സിനിമയ്ക്ക് സംഭവിക്കാമെന്ന്. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ആദ്യം എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി സിനിമ റിലീസ് ചെയ്യാൻ. എനിക്കെതിരെ ഈ എന്താ പറയാ ഇങ്ങനെ കംപ്ലൈന്റ് തന്ന അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുത്ത് എന്നെ ബുദ്ധിമുട്ടിച്ച അയാളെ ഞാൻ വിടില്ല. കാരണം എനിക്ക് അയാൾക്കെതിരെ ഞാൻ ഇതിനകത്ത് തീർച്ചയായിട്ടും കേസിന് പോകും. പിന്നെ ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനി, അതിലെ അജീമേഡൽ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറും എനിക്ക് തോന്നുന്നൊരു 10-20 വർഷമായിട്ട് കുറെ പടങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. പുള്ളിയൊക്കെ ഇത്രയും ചതി ആരോടും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് സിനിമ അറിയാം, സിനിമയിൽ ഉണ്ടായിരുന്ന ഇതുപോലെ ഡയറക്ഷൻ സൈഡിൽ നിന്ന് വന്ന ഒരാൾ തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഇതിനകത്ത് ഉണ്ട് എന്നെങ്കിൽ ഞാൻ ഈ ടൈറ്റിൽ ഉപയോഗിക്കില്ല. എനിക്ക് അത്ര പോലും ഇതിനെ കുറിച്ച് അറിവില്ല. ഈ ടൈറ്റില് അവര് സ്വമേധയാ അവര് ക്യാൻസൽ ചെയ്ത ടൈറ്റിൽ എനിക്ക് പുതിയ ഫിലിം ചേംബർ എനിക്ക് അനുവദിച്ചു തന്നതിന്റെ സർട്ടിഫിക്കറ്റ് വരെ എന്റെ പേരിലാണ്. അപ്പൊ എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് എന്താ തെളിവ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വന്നൊരു കേസിലാണ് വീണ്ടും ഞാൻ ഇങ്ങനെ പോയി പെട്ട് എവരിത്തിങ് ഒരു സിംഗിൾ പൈസയുടെ ബിസിനസ് ഈ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിനൊക്കെ കാരണം ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് 2 സിനിമകളിൽ ഉണ്ടായ ഒരു മാർക്കറ്റ് അത് ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് എന്നെ ഇത്രയും വലിയ അറ്റാക്ക് എനിക്കെതിരെ ഉണ്ടായത്. കാരണം ഒരു ബന്ധമില്ല. ഞാൻ പറയല്ലേ, അവരെന്തെങ്കിലും ഒരു പ്രൂഫായിട്ട് വരട്ടെ, നാളെ രാവിലെ ഞാൻ സെറ്റിൽമെന്റ് ചെയ്യാൻ തയ്യാറാണ്. അത് ഈസി ഫ്ലൈ എന്ന് പറയുന്നത് എനിക്ക് ടൈറ്റിൽ തന്ന കമ്പനിയാണ്. അല്ലാതെ സിനിമ അവരോട് ഒരു ബന്ധമില്ല. അവര് ഞാൻ പറഞ്ഞില്ല, ഒരു സേഫ്റ്റി പിന്നെ പോലും ഇവരെ ആരെയൊന്നും കാശ് വാങ്ങിച്ച് ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ കാശ് കൊടുക്കും? കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇപ്പോഴും ഈ നിമിഷവും കണ്ടിട്ടില്ല. താങ്കള് ലാസ്റ്റ് വന്ന ഒരു പ്രൊഡ്യൂസറാണ്, കൃത്യമാണ്. താങ്കൾ ഇതിനു മുമ്പ് ഈ വിഷയങ്ങളൊന്നും ഇങ്ങനെ പൈസ തന്നപ്പോ സംവിധാനം പറഞ്ഞൊരു പോയിന്റിലാവട്ടെ പറയുന്നത്, ഈ പൈസ ഇങ്ങനെ തന്നിരുന്നു, ഇവർക്ക് അഡ്വാൻസ് കൊടുത്തിരുന്നു, ആസിഫ് അലിക്ക് ഇവർക്ക് അഡ്വാൻസ് കൊടുത്തു, ആ പൈസ തിരിച്ചു കൊടുത്തു. തൗഫീഖിനാണ് ഇവർ തിരിച്ചു കൊടുത്തത്. ആക്ച്വലി തൗഫീഖ് ഒരു ഇൻവെസ്റ്റർ മാത്രമാണ്. തൗഫീഖ് ആ സിനിമയില് പറയും ബൂമറാങ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആണ് തൗഫീഖും അജീമേഡലും. ആ കമ്പനിക്ക് തന്നെയാണ് ഈ പറയുന്ന എമൗണ്ട് ഞങ്ങൾ തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് കമ്പനി അക്കൗണ്ടിൽ നിന്നാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അഡ്വാൻസ് വന്നത്. അപ്പം ആ അഡ്വാൻസിലേക്ക് തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചിട്ടത്. ഈ സംഭവമൊക്കെ ഈ രണ്ടാമത് വന്ന പ്രൊഡ്യൂസറിന് അറിയില്ല. ഈ സംഭവം പറഞ്ഞില്ലേ? ചോദ്യം നിങ്ങൾ പറഞ്ഞില്ലേ? ഇവർക്ക് അറിയില്ല. ഈ ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് വിവേകും ഞാനൊരു കാര്യം പറഞ്ഞു, അന്ന് കാര്യം പറഞ്ഞു. വിവേകും ഈ തൗഫീഖും അജീമേഡലുമായിട്ട് സംസാരിച്ച് ആഭ്യന്തര പരിപാടി തുടങ്ങാൻ പോകുന്നു. അത് ഇദ്ദേഹം തന്നെയാണ് ഡയറക്ടർ, വേറെ ആരുമല്ലോ. ഇദ്ദേഹത്തിന് അവരറിയാലോ, അവരറിയാലോ. അല്ല, ഒരു കാര്യം സുഹൃത്തെ, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ
ഇത് അല്ല ഉറപ്പായിട്ടും ഉത്തരം ചോദ്യമാണ്. നമ്മളെ എക്സ്പെക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് തന്നെ വരുമെന്ന് ഉറപ്പായിരുന്നു. അല്ല അതെന്താ പറഞ്ഞു അല്ല എന്താണ് നിങ്ങളുടെ എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. താങ്കൾ പറഞ്ഞതാണ് തങ്ങളുടെ അടുത്ത് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും എനിക്കറിയാം. എനിക്കറിയാവുന്നതുകൊണ്ട് രേഖകൾ വെച്ച് സംസാരിക്കുന്നു. ഞാനും രേഖകൾ വെച്ചാണ് നിങ്ങളെ നമ്മളോട് ചോദ്യങ്ങൾ നിങ്ങളോട് അവിടെ വന്നിരുന്നാൽ എന്നെ ക്ഷണിച്ചിട്ടാണ് വന്നത്. ഉറപ്പായിട്ടും സുഹൃത്തെ ഞാൻ പറയാൻ ഉത്തരം കേൾക്കാൻ റെഡിയാണോ? അല്ല ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നാൽ മതിയോ? ഞാൻ എന്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ. അല്ല ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞാൻ പറയട്ടെ, ഈ സിനിമയും ഈ പറയുന്ന ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസും തമ്മിൽ ഒരു 3 മാസത്തെ ബന്ധം മാത്രമാണ് ഉള്ളത്. അതായത് ജിത്ത് പെരപ്പനങ്ങോട് എന്ന് പറഞ്ഞ കൺട്രോളറാണ്. നീ അവിടെയല്ല പത്രസമ്മേളനം എടുക്കാൻ പോകുന്നത്, അവിടെ ഷൂട്ട് ചെയ്ത്. പ്രതീക്ഷ ഇവിടെ ഉണ്ടോ? അല്ല അവൻ ഓൺലൈനിലുള്ളതാണ് ആ വന്ന പയ്യൻ. അതല്ലോ അല്ലേ, ഓൺലൈനിൽ വന്നവനാണ് ആ പയ്യൻ. എനിക്കൊന്നും അറിയണം. ഈ പ്രസ്സില് ഇത്രയും ആൾക്കാർ ക്യാമറ ഉപയോഗിക്കില്ല. അല്ല ആ ഓൺലൈനിൽ വന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാരെയും എന്തിനാണ് അങ്ങനെ ഫേസ് ചെയ്തപ്പോൾ അത് ആരും നിങ്ങൾ കൊണ്ടുവന്നാണെന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ കൊണ്ടുവരുന്നത്, ഞാൻ ഇവരെല്ലാം വിളിച്ചു വരുന്നത്. കുഴപ്പമില്ല പറഞ്ഞു. അപ്പം എനിക്ക് ഈ സിനിമ ആസിഫിന്റെ ഡേറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ജിത്ത് പെരപ്പനങ്ങോട് എന്ന് പറഞ്ഞ കൺട്രോളറാണ് ഈ പറയുന്ന അജി മേഡയിനെ തൗഫീഖിനെ കൊണ്ടുവരുന്നത്. ഈ സിനിമയുടെ എഗ്രിമെന്റ് ഒപ്പിട്ടപ്പോഴോ അതിനോട് അങ്ങോട്ട് മാറുമ്പോഴോ ഈ പറയുന്ന 2 പേരല്ലാതെ ഈ പറയുന്ന 3ാമത്തെ ആൾ വന്നിട്ടില്ല ലൈനില്. ഇയാള് മുതൽ ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പം. അതായത് ഈ ചതി നിങ്ങൾ പറയുന്ന ഈ സെയിം സാധനം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ 2022 അങ്ങനെയാണെങ്കിൽ ഉമ്മറാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് വിശ്വം. 2022 മുതൽ കാശ് റീപേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ 1.5 കോടി ഇപ്പോഴും അവന് ക്ലെയിം ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം? റീപേ ചെയ്യരുത് അല്ലെ? റീപേ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ റീപേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ടിന്റെ ഇപ്പോഴും അയാൾ ക്ലെയിം ചെയ്യുന്നത് 1,55,00,000 തന്നെയാണ്. അതില് കോടതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 32.5 ലക്ഷം രൂപ തൗഫീഖ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോഴും അയാൾക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും? 2024 എനിക്ക് ഈ അജിമയുടെ തൗഫീഖ് അഡ്വാൻസ് തരുന്നത്. ആ പടത്തിൽ ഇയാളുടെ കാശ് കൊണ്ടാണെന്ന് ഇയാൾ കുറെ കാലമായിട്ട് ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന ആള് മറ്റേ ലൈവില് വന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ 1.5 കോടി കൊണ്ടാണ് ആസിഫിനും ഡയറക്ടർക്കുമുള്ള അഡ്വാൻസ് കൊടുത്തതെന്ന്. എന്റെ അറിവില് എനിക്ക് തന്നെ എമൗണ്ടും ആസിഫിന് തന്നെ എമൗണ്ടും റീപ്രൊഡക്ഷനും ഒക്കെ ഞങ്ങളുടെ കൂടി 42 ലക്ഷം രൂപയ്ക്ക് അടുത്തേ വന്നിട്ടുള്ളൂ. പിന്നെ എന്തിനാണ് ഈ 1.5 കോടി? അയാൾ എന്നെ പറയുമ്പോൾ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. ഈ 1.5 കോടിക്ക് വേണ്ടിയിട്ട് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയുടെ സാറ്റലൈറ്റ്, OTT, തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ, ഇന്റർനെറ്റിൽ നിന്ന് വരുന്ന വരുമാനം ഇത് മുഴുവൻ എനിക്ക് എന്റെ പേരിൽ എഴുതി തന്നേക്കാണ്. സുഹൃത്തെ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. 8 കോടി രൂപ മുടക്കി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസറുടെ വരുമാനം എന്താണ്? ഈ പറയുന്ന OTTയും സാറ്റലൈറ്റും തിയേറ്ററും തന്നെയാണ് അല്ലെ? അപ്പം ഇയാൾ പറയുമ്പോൾ ഈ 1.5 കോടിക്ക് ഇത് മുഴുവൻ എഴുതി വാങ്ങിച്ച് ഇയാൾ നിഷ്ഠിതാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളെ ഞാൻ എന്തിനു വിശ്വസിക്കണം? അല്ല അത് ഹൈക്കോടതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹൈക്കോടതിയിലല്ല, നിങ്ങൾ എടുത്തു വെച്ച അയാൾ ലൈവിൽ വന്ന വീഡിയോസ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ ജഡ്ജ്മെന്റിൽ അങ്ങനെ ഈ ജഡ്ജ്മെന്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജ്മെന്റിലാണ് അല്ല, ഹൈക്കോടതിയിൽ സ്റ്റേ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഇത് എഴുതി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ പൈസ കോടതിയിൽ കെട്ടിവെച്ചതിന് ശേഷം റിലീസ് ചെയ്യാൻ ഹൈക്കോടതി ഓർഡർ വന്നതെന്ന് എന്റെ അറിവട്ടോ. ഓക്കെ എന്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ കോപ്പി നിങ്ങളുടെ കാണുമല്ലോ, അതിൽ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം. അങ്ങനെയല്ല, തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് ഈ എമൗണ്ട് അവിടെ വയ്ക്കണം, എന്നിട്ട് റിലീസ് ചെയ്തോളാനാണ് അയാൾക്ക് കൊടുക്കാനല്ല. ഹൈക്കോടതി കെട്ടിവെക്കണമെന്നോ? ഹൈക്കോടതി കെട്ടിവെക്കണം അല്ലെ? ഹൈക്കോടതി കെട്ടിവെക്കണം. അതെ, അത് അറിയാലോ. ഒരു ബോണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഹൈക്കോടതി അത് പറഞ്ഞിരിക്കുന്നത്. കാശ് കെട്ടിവെക്കുക മാത്രമല്ല, ഇത് ബോണ്ട് വയ്ക്കാം. എന്നോടല്ല പറഞ്ഞിരിക്കുന്നത്, ഈസി ഫ്ലൈയോട്. അതെ അതെ, നിങ്ങളോടല്ല റിലീസ് ചെയ്യണമെങ്കിൽ നിങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത്. ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനി ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഒരു ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഒരു സിനിമ ഉണ്ടാവില്ല. ആ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അവര് ഈ 2 പാർട്ട്നേഴ്സും ചേർന്ന് ഫിലിം ചേംബറിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് അത് ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്തതിനു ശേഷം പുതിയതായിട്ട് എനിക്ക് അനുവദിച്ചതെന്നാണ് ഈ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ടൈറ്റിൽ.